നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ജലരാജാവ് ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു. പുന്നമടക്കായലിലെ ഓളങ്ങൾക്ക് തീപിടിച്ച ദിവസമായിരുന്നു ഇന്ന്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വീയപുരത്തിന്റെ വീരു പുന്നമടക്കായലിൽ ജലരാജാവായിരിക്കുന്നു. കഴിഞ്ഞ തവണ മില്ലി സെക്കൻഡുകൾക്ക് കിരീടം കൈവിട്ട വീരു ഇത്തവണ കിരീടം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ കരുത്തിൽ വീയപുരം ചുണ്ടൻ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിരിക്കുന്നു. വള്ളംകളിയിൽ കന്നി കിരീടം സ്വന്തമാക്കി. നടുഭാഗം ചുണ്ടൻ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. വില്ലേജ് ബോട്ട് ക്ലബിന്റെ കൈനഗിരിയാണ് വീയപുരം ചുണ്ടൻ വള്ളം തുഴഞ്ഞത്. നടുഭാഗം ചുണ്ടൻ തുഴഞ്ഞത് പുന്നമട ബോട്ട് ക്ലബ്ബാണ്. ഹീറ്റ്സിൽ മികച്ച സമയം കുറച്ച നടുഭാഗം, നിരണം, മേൽപ്പാടം, വീയപുരം ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിൽ ഏറ്റുമുട്ടിയത്. സെക്കൻഡുകളുടെ വില എന്തെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇന്ന് സംഭവിച്ചത്. അത് ഏറ്റവും അധികം മനസ്സിലാക്കിയ ടീം കൂടിയാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ്. 0.005 സെക്കൻഡിനായിരുന്നു കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫി കൈവിട്ടു പോയത്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ ലീഡിൽ ഇത്തവണ അത് സ്വന്തമാക്കണമെന്ന് ടീം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. BBC അത് തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം മത്സരിച്ച വീയപുരം ചുണ്ടനിൽ തന്നെ BBC തുഴയെറിഞ്ഞ് നേടിയ കിരീടത്തിന് വലിയ നേട്ടം തന്നെയാണ് പറയാനുള്ളത്. കഠിനാധ്വാനത്തിന്റെ കഥയും. 6ാം ഹിറ്റ്സിൽ മുന്നിലെത്തിക്കൊണ്ടാണ് വീയപുരം ഫൈനൽ പ്രവേശം നടത്തിയത്. 3ാം ഹിറ്റ്സിൽ ഒന്നാമതെത്തിയാണ് മേൽപ്പാടം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ഫൈനലിലേക്ക് മുന്നേറിയത്. 4ാം ഹിറ്റ്സിൽ നടുഭാഗം ചുണ്ടനും 5ാം ഹിറ്റ്സിൽ പായിപ്പാടം ചുണ്ടനുമാണ് ഒന്നാമതെത്തിയത്. ആദ്യ ഹിറ്റ്സിൽ കാരിച്ചാൽ ഒന്നാമതെത്തിയെങ്കിലും ഫൈനൽ പോലും കാണാതെ പുറത്താവുകയായിരുന്നു. ഫൈനലിലെത്തിയ ചുണ്ടൻ വള്ളങ്ങൾ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്ത സമയം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. നടുഭാഗം 4.20, മേൽപ്പാടവും 4.22, അതുപോലെ തന്നെ വീയപുരം 4.21, നിരണം 4.21 എന്നിങ്ങനെയാണ്. 1986-87 വർഷങ്ങളിൽ നെഹ്റു ട്രോഫി നേടിയ ടീം 88-ന് ശേഷം മത്സരരംഗത്ത് നിന്നും പിന്മാറിയിരുന്നു. 2022-ൽ വീണ്ടും തിരിച്ചെത്തുകയാണ്. 2ാം വർഷം തന്നെ മിന്നും പ്രകടനം ടീം കാഴ്ചവെച്ചു. അന്ന് നിർഭാഗ്യം തട്ടിക്കളഞ്ഞ കിരീടം ഇത്തവണ കൈനകരിയുടെ കയ്യിലേക്ക് എത്തി. 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 75 വള്ളങ്ങളാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി മത്സരിച്ചത്. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ 6 ഹീറ്റ്സുകളിലായിട്ടാണ് നടന്നത്. ആദ്യ 4 വള്ളം, 5ാം ഹീറ്റ്സിൽ 3, 6ാമത്തേതിൽ 2 വള്ളം എന്നിങ്ങനെയായിരുന്നു മത്സരം നടന്നത്. ഹീറ്റ്സിൽ മികച്ച സമയം കുറച്ച 4 വള്ളങ്ങൾ ഫൈനലിലേക്ക് കടന്നു. മന്ത്രി PM മുഹമ്മദ് റിയാസ് ആയിരുന്നു ഈ ജലോത്സവം ഉദ്ഘാടനം ചെയ്തത്. ഈ വർഷത്തെ നെഹ്റു ട്രോഫിക്ക് 10 കോടി രൂപ അനുവദിച്ചതായും അദ്ദേഹം പറയുന്നു. നവകേരള സദസ്സിന്റെ ഭാഗമായി നെഹ്റു പവലിയന് 7 കോടി രൂപയും PP ചിത്തരഞ്ജൻ MLAയുടെ ഫണ്ടിൽ നിന്നും 2 കോടി രൂപയുമാണ് ടൂറിസം വകുപ്പ് 1 കോടിയുമായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ തുടക്കം ആലപ്പുഴയിലായിരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മന്ത്രി P പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സിംബാബ്വെ ഡെപ്യൂട്ടി മന്ത്രി രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോദി അതിഥിയായിരുന്നു. 9 വിഭാഗങ്ങളിലായി 75 കളിവള്ളങ്ങൾ മാറ്റുരച്ച അതിമനോഹരമായ ഒരു മത്സരമായിരുന്നു ഇന്നുണ്ടായത്. രാവിലെ 11 മണിക്കാണ് ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരം തുടക്കം കുറിച്ച് അവസാനിപ്പിച്ചത്. അതിനിടെ വേമ്പനാട് കായലിൽ ചിത്തിരയ്ക്ക് സമീപം ഇന്നൊരു അപകടം സംഭവിച്ച വാർത്തയുണ്ടായിരുന്നു. നടുവിലെ പറമ്പൻ ചുണ്ടനാണ് മുങ്ങിയത്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന സമയത്തായിരുന്നു ഈ അപകടമുണ്ടായത്. വള്ളം കെട്ടിവലിച്ചു കൊണ്ടുവന്ന ബോട്ട് നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടാക്കിയത്. പക്ഷേ ആളപായം ഒന്നും തന്നെയില്ല. ചുണ്ടനിലെ തുഴകൾ നഷ്ടപ്പെട്ടു. കുമരകം ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബാണ് വള്ളം തുഴയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.